ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ജയിലിൽ കഴിയുന്ന അവസാന പ്രതിയും പുറത്തേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിന്റെ സ്വാഭാവിക ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതോടെയാണ് KP ശങ്കർദാസ് കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും സ്വാഭാവിക ജാമ്യം തേടിയത്. നേരത്തെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച് നടത്തിയ ജാമ്യ നീക്കം കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതിനു പിന്നാലെ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചത്. കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, തന്ത്രി കണ്ഠര് രാജീവര് തുടങ്ങിയ മറ്റ് പ്രതികൾ എല്ലാം നേരത്തെ ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇപ്പോൾ അവസാന പ്രതിയും ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതാണ് ഈ ഒരു അവസാന പ്രതിയും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നത്. നമുക്കറിയാം, ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ ഈ ഒരു സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേസിൽ അറസ്റ്റിലായ അവസാന പ്രതിയും പ്രതി ചേർത്തിരിക്കുന്ന അവസാന പ്രതിയും ഈ ഒരു ജയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസിന്റെ സ്വാഭാവിക ജാമ്യമാണ് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നത്. SIT കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശങ്കർദാസ് കട്ടളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും സ്വാഭാവിക ജാമ്യം തേടിയിരിക്കുന്നത്. നേരത്തെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാണിച്ച് ശങ്കർദാസ് ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഈ ജാമ്യ നീക്കം കോടതി തള്ളുകയായിരുന്നു. തുടർന്നാണ് റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായതിനു പിന്നാലെ സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ദേവസ്വം മുൻ പ്രസിഡന്റായ A. പത്മകുമാർ, തന്ത്രി കണ്ഠര് രാജീവർ തുടങ്ങിയ മറ്റ് പ്രതികളെല്ലാം നേരത്തെ തന്നെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയിരുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നോക്കാം. കേരളാംഗം